എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ 2024 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഫാന്റസി സിനിമയാണ് ഡാംസെൽ. ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഓറിയയിലെ ആദ്യത്തെ രാജാവ് തന്റെ സൈനികർക്കൊപ്പം ഒരു ഭീകര ഡ്രാഗണിനെ ആക്രമിക്കാൻ പുറപ്പെടുന്നതാണ്. അവർ ഡ്രാഗന്റെ ഗുഹയിലെത്തുകയും ഭീമാകാരനായ ആ ഡ്രാഗൺ എല്ലാ മനുഷ്യരെയും ഒന്നിനു പുറകെ ഒന്നായി കൊല്ലുന്നു. അധികം താമസിക്കാതെ എല്ലാവരും കീഴടക്കപ്പെടുന്നു. അത്ഭുതകരമായി രാജാവ് മാത്രം രക്ഷപ്പെടുന്നു. ഈ സംഭവം കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. തരിശായ ഭൂമികളാൽ ചുറ്റപ്പെട്ട ഒരു ദരിദ്ര രാജ്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ രാജ്യത്തിലെ 2 രാജകുമാരിമാരാണ് എലോഡും ഫ്ലോറയും. അവർ ജനങ്ങളോട് വളരെ ഇഴുകിയാണ് ജീവിച്ചിരുന്നത്. വിറകും സാധനങ്ങളും ശേഖരിക്കുന്നതുൾപ്പെടെ തങ്ങളുടെ ആളുകളെ സഹായിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്തിരുന്നു. ഒരു ദിവസം മൂത്ത രാജകുമാരിയായ എലോഡിയുടെ വിവാഹാലോചനയുമായി ഒരു പുരോഹിതൻ അവരെ സന്ദർശിക്കുന്നു. ഓറയിലെ ഇസബൽ രാജ്ഞി തൻ്റെ മകൻ ഹെൻറി രാജകുമാരന് അനുയോജ്യമായ വധുവിനെ തേടുകയാണെന്ന് അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന എലോഡിയുടെ പിതാവ് ബെഫോർഡ് സന്തുഷ്ടനാകുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ മകളെ അയാൾ പ്രേരിപ്പിക്കുന്നു. ആദ്യം എലോഡി വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ അവളുടെ ജനങ്ങളുടെ നന്മയ്ക്കായി അവൾ അത് സമ്മതിക്കുന്നു. അടുത്ത ദിവസം തന്നെ 4 അംഗ കുടുംബം വിവാഹത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായി ഓറ രാജ്യത്തേക്ക് പോകുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. കൊട്ടാരത്തിൻ്റെ ചുറ്റും പച്ചപ്പിൻ്റെ അതിമനോഹരമായ കാഴ്ചയുള്ളതിനാൽ ആ രാജ്യത്തിൻ്റെ അന്തരീക്ഷം കണ്ട് കുടുംബം അമ്പരം നിൽക്കുകയാണ്. അവിടെ എത്തുമ്പോൾ കൊട്ടാരം കാവൽക്കാരൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അവർ അവരെ അവരുടെ മുറികളിലേക്ക് നയിക്കുന്നു. അവർ ചെന്നത് രാജകുടുംബത്തിലെ പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം കാത്തിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവൾ ആ ആഡംബര മുറിയിൽ കാത്തിരിക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ എലോഡി ശ്രദ്ധിക്കുന്നു. ഇരുവരും പരസ്പരം ചിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഇസബൽ രാജ്ഞിയുടെയും ഹെൻറി രാജകുമാരൻ്റെ മുന്നിൽ എലോഡി അവതരിപ്പിക്കപ്പെടുന്നു. ഒരു ചെറിയ പരിചയപ്പെടലിന് ശേഷം രാജ്ഞിയും രാജാവും ഒരു സ്വകാര്യ ചർച്ചയ്ക്കായി പോകുന്നു. എലോഡിയും ഹെൻറിയും തനിച്ച് സംസാരിക്കുന്നു. വിവാഹത്തിന് താങ്കൾ സന്തുഷ്ടനാണോ എന്ന് അവൾ ചോദിക്കുന്നു. അതേന്നാണ് അവൻ്റെ മറുപടി. എന്നാൽ അവൻ അവളെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സമ്മതിച്ചതെന്ന് അവൾ തുറന്നു പറയുന്നു. അങ്ങനെ പരസ്പര സംഭാഷണത്തിലൂടെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു. ഒരുപാട് വിഷയങ്ങളെപ്പറ്റിയും യാത്രകളെപ്പറ്റിയും ഒക്കെ അവർ സംസാരിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു കുതിരസവാരിക്ക് പോകുന്നു. ഹെൻറി അവൾക്ക് രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ ചില സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതിനിടയിൽ ആ സ്വകാര്യ സംഭാഷണത്തിന് ശേഷം ബഫേർഡ് മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു. പക്ഷേ അയാളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷനുള്ള പോലെ. അത് കാണുന്ന ലേഡി ബഫേർഡ് അയാളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. തുടർന്ന് അവർ ഇസബെല്ല രാജ്ഞിയുമായി സംസാരിക്കാൻ പോകുന്നു. പക്ഷേ രാജ്ഞിയുമായുള്ള സംസാരം അത്ര നല്ല രീതിയിലായിരുന്നില്ല. രാജ്ഞി അവരെ തീരെ ബഹുമാനം കൊടുക്കാതെയാണ് സംസാരിച്ചത്. അത് ലേഡി ബഫേർഡിനെ മാനസികമായി വിഷമിപ്പിച്ചു. അവർ രാത്രിയിൽ എലോഡിയുടെ മുറിയിലേക്ക് പോവുകയും വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. ഓറ കുടുംബത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നും ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നവരല്ലെന്നും ലേഡി ബഫേർഡ് പറഞ്ഞു നോക്കി. പക്ഷേ ഹെൻറിയുമായി അടുത്തപ്പോഴേക്കും അവനൊരു നല്ല ആളായിട്ട് അവൾക്ക് തോന്നി. മാത്രമല്ല അവളുടെ 2ാം അമ്മയായ ലേഡി ബഫേർഡ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. എലോഡിയെ രാജ്യത്തിൻ്റെ പുതിയ രാജകുമാരിയായി രാജ്ഞി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചടങ്ങിന് ശേഷം നവദമ്പതികൾ ഒരു പുരാതന ആചാരം നടത്തുന്നതിനായി ഒരു മലമുകളിലേക്ക് പോകുന്നു. ഇത് അവരുടെ പൂർവികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു ആചാരമാണെന്ന് ഹെൻറി അവളോട് പറയുന്നു. അവിടെ എത്തുമ്പോൾ പുരോഹിതനെ പോലെ ചുവന്ന വേഷമണിഞ്ഞ രാജ്ഞിയെ എലോഡി കാണുന്നു. അവൾ എലോഡിക്ക് ഒരു നാണയം നൽകുകയും നവദമ്പതികളെ അൾത്താരയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഓറ രാജ്യം ഉണ്ടായതിൻ്റെ കഥ രാജ്ഞി വിവരിക്കുന്നു. അവരുടെ പൂർവികർ ആദ്യമായി ഇവിടെ വരുമ്പോൾ ഒരു ഭീകര ജീവി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ക്രൂരനും രക്തദാഹിയുമായ ആ ജീവി ഗ്രാമത്തെ മുഴുവൻ നശിപ്പിച്ചു. അതിനാൽ രാജാവ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രതികാരം ചെയ്യാൻ സൈനികരെ കൂട്ടി. അവർ ആ ജീവിയുമായി യുദ്ധം ചെയ്തു. പക്ഷേ ആ ജീവി സൈനികരെ എല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ രാജ്യത്തിൻ്റെ സമാധാനത്തിനായി രാജാവ് തൻ്റെ 3 പെൺമക്കളെ ബലി നൽകേണ്ടി വന്നു. അന്നു മുതൽ ഭാവിയിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഈ ആചാരം നടത്തിവരുന്നു. തുടർന്ന് ഇസബെല്ല നവദമ്പതികളുടെ കൈപ്പത്തികൾ മുറിച്ച് ഒരുമിച്ച് പിടിച്ചുകൊണ്ട് എലോഡിയെ രാജകീയ രക്തമായി പ്രഖ്യാപിക്കുന്നു. ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി എലോഡിയോട് ആ നാണയം കുഴിയിലേക്ക് എറിയാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഹെൻറി അവളെ എടുത്തുയർത്തി പുറത്തേക്ക് നടക്കുന്നു. എന്നാൽ ആ ഇടുങ്ങിയ പാത മുറിച്ചു കിടക്കുമ്പോൾ അവൻ അപ്രതീക്ഷിതമായി എലോഡിയെ അഗാധത്തിലേക്ക് എടുത്തെറിയുന്നു. കുറേ മരച്ചില്ലകളിൽ തട്ടി വലിയൊരു ഗുഹയിലേക്ക് അവൾ എത്തപ്പെടുന്നു. കുറച്ചു നേരത്തിന് ശേഷം ബോധം വരുന്ന അവൾ ആ ഗുഹയിൽ നടക്കുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. മറ്റു രാജകുമാരിമാരുടേതായ ധാരാളം ആഭരണങ്ങളും വസ്ത്രങ്ങളും അവൾ കണ്ടെത്തുന്നു. അവളെപ്പോലെ മറ്റു പലരും
ഇതിനു മുന്നേ ഈ കുഴിയിൽ എറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ചെറിയ ശബ്ദം അവൾ കേൾക്കുകയും അവിടേക്ക് അവൾ നടന്നു പോവുകയും ചെയ്യുന്നു. അവിടെ ഒരു തീയിലകപ്പെട്ട ഒരു ചെറിയ പക്ഷിയെ അവൾ കാണുന്നു. അവൾ അതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. അപ്പോഴേക്കും അതുപോലെയുള്ള ഒരു പക്ഷി കൂട്ടം പറന്നു പോകുന്നത് അവൾ കണ്ടു. അതിന് പിന്നാലെ ഭീമാകാരമായ ആ ഡ്രാഗൺ അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവളിൽ നിന്നും ഒരു രാജകീയ രക്തത്തിൻ്റെ മണം കിട്ടിയെന്ന് ഡ്രാഗൺ അവളോട് പറയുന്നു. അത് ഹെൻറിയുടെ രക്തവുമായി കലർന്നത് കൊണ്ടാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴേക്കും ആ ഡ്രാഗൺ എലോഡിക്ക് നേരെ തീ തുപ്പുന്നു. അവൾ ജീവനും കൊണ്ട് അവിടുന്ന് ഓടുന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ മുമ്പ് പുഞ്ചിരി കൈമാറിയ ആ സ്ത്രീയുടെ മൃതദേഹം അവൾ കാണുന്നു. അവളും തന്നെപ്പോലെ ഒരു ഇരയാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ അവിടുന്ന് കൂടുതൽ ദൂരത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവളൊരു ചെറിയ ദ്വാരത്തിൽ കയറി ഒളിച്ച് ആ തീയിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ അതേസമയം അവളുടെ കാലിന് പൊള്ളലേൽക്കുന്നു. അസഹനീയമായ വേദന ഉണ്ടായിരുന്നിട്ടും അവൾ ശബ്ദമുണ്ടാക്കാതെ അവളുടെ കാല് തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടി. ഒരു തീക്കനലിൻ്റെ വെളിച്ചത്തിൽ അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. അവളൊരു ഇടുങ്ങിയ വഴിയിലൂടെ ഇഴഞ്ഞ് നീല നിറത്തിൽ തിളങ്ങുന്ന ഒച്ചുകൾ പോലെയുള്ള ജീവികളുള്ള ഒരു ഗുഹയിലെത്തുന്നു. അവൾ അതിനെ മുന്നോട്ടുള്ള വെളിച്ചമായിട്ട് ഉപയോഗിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ വഴിയിൽ അഗാധമായ ഒരു കുഴി അവൾ കാണുന്നു. അവൾ ആ കുഴി ചാടിക്കടക്കുന്നു. എന്നാൽ ചരിഞ്ഞ പ്രതലമായതിനാൽ അവൾ താഴേക്ക് നിരങ്ങി വരുന്നു. അവളുടെ ഒരു ആഭരണം ഒരു കല്ലിനിടയിൽ കുടുങ്ങുകയും അതിൽ പിടിച്ച് അവൾ പതുക്കെ നിരങ്ങി മുകളിലേക്ക് കയറുന്നു. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടക്കുന്ന അവൾ വഴിയിലൊരു കുഴിയിൽ വെള്ളം കിടക്കുന്ന കാണുന്നു. ദാഹത്തോടെ ആ വെള്ളം എടുത്ത് അവൾ കുടിക്കുന്നു. പക്ഷേ അത് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമായിരുന്നില്ല. അവിടെ മുകളിൽ ഐസ് കട്ടയിൽ നിന്നും വെള്ളം തുള്ളിയായി വീഴുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ വാ തുറന്ന് ഓരോ തുള്ളി വെള്ളം കുടിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഐസ് വളരെ വേഗം ഉരുകാൻ തുടങ്ങി. അവിടെ ആകെ പ്രകാശം പരക്കാൻ തുടങ്ങി. അതെ, ഡ്രാഗൻ്റെ തീയാണ്. വീണ്ടും അവൾ ഡ്രാഗൻ്റെ മുമ്പിൽ അകപ്പെടുകയും അവിടെ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് മറ്റൊരു ഗുഹയിലെത്തുകയും ചെയ്യുന്നു. അവൾ ആ ഗുഹയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു. ഇവിടെ അവൻ എത്തില്ല, സേഫാണ്. അവിടെ തനിക്ക് മുന്നേ അകപ്പെട്ട പല പെൺകുട്ടികളുടെയും പേരുകൾ എഴുതി വച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ക്ഷീണം കാരണം അവൾ ഉറങ്ങിപ്പോകുന്നു. എലോഡി ഉണരുമ്പോൾ അവളുടെ കാലിൻ്റെ മുറിവിൽ ആ ഒച്ചു പോലുള്ള ജീവി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൾ അതിനെ എടുത്ത് മാറ്റിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവളുടെ മുറിവുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. അവൾ അവിടെ നിന്ന് എണീറ്റ് ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു മാപ്പ് കണ്ടെത്തുന്നു. അവൾ ആ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ അവൾ ക്രിസ്റ്റലുകൾ കൊണ്ട് നിർമ്മിച്ച മറ്റൊരു ഗുഹയിലെത്തുന്നു. ആ ഗുഹയ്ക്ക് മുകളിലായി ഒരു ഓപ്പണിംഗ് അവൾ കാണുന്നു. അതുകൂടാതെ മറ്റൊരു രാജകുമാരിയുടെ ഒരു കിരീടവും അവൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു. ഇതുവഴി രക്ഷപ്പെട്ട ആരുടെയോ കിരീടമാണെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ ആ കൂർത്ത ക്രിസ്റ്റലുകളിൽ പിടിച്ച് മുകളിലേക്ക് കയറി തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട് അവൾ ആ വെളിച്ചം കാണുന്ന ഇടത്തേക്ക് എത്തിപ്പെട്ടു. പക്ഷേ അവൾ നിരാശപ്പെടുന്നു. വലിയൊരു കൊക്കയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു അത്. അവളിപ്പോൾ ഏകദേശം ആ മലയുടെ നടുക്ക് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അവളുടെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അങ്ങ് ദൂരെ കുറേ ആൾക്കാരെ അവൾ കാണുന്നത്. അത് അവളിൽ വളരെയധികം പ്രതീക്ഷ നൽകി. എലോഡി അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പക്ഷേ അത് കേൾക്കുന്നതിനും അപ്പുറം ദൂരത്തായിരുന്നു ആൾക്കാർ. അവളുടെ ആ അലർച്ച ഡ്രാഗൺ കേൾക്കുകയും ഡ്രാഗൺ അവളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അവൾ വീണ്ടും അവിടുന്ന് താഴേക്കെടുത്ത് ചാടുന്നു. അപ്പോഴാണ് അവളുടെ പേര് ആരോ വിളിച്ചു പറയുന്നത് അവൾ കേൾക്കുന്നത്. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കുന്നു. പോകുന്ന വഴിയിൽ ആ ഭീകര കാഴ്ച അവൾ കാണുന്നു. 3 ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നു. എലോഡിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കഥയെല്ലാം നുണയായിരുന്നു. ആദ്യത്തെ രാജാവ് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ കുഞ്ഞു ഡ്രാഗണുകളെ കൊന്നുകളഞ്ഞു. അതിൻ്റെ പ്രതികാരമായാണ് ആ ഡ്രാഗൺ എല്ലാവരെയും ആക്രമിക്കുന്നത്. എലോഡി ആ ശബ്ദം പിന്തുടർന്ന് എത്തുന്നത് അവളുടെ അച്ഛൻ്റെയും കൂട്ടാളികളുടെയും അടുത്തേക്കാണ്. അവർ പരസ്പരം കാണുന്നു. എന്നാൽ അവർ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ ആ ഡ്രാഗൺ അവരെ ആക്രമിക്കുന്നു. അവർ ഓരോരുത്തരെയും ഡ്രാഗൺ ഇല്ലാതാക്കുന്നു. മരിക്കാൻ കിടക്കുന്ന അവളുടെ അച്ഛൻ തൻ്റെ തെറ്റായ തീരുമാനത്തിന് അവളോട് ക്ഷമ ചോദിക്കുന്നു. അവിടെ നിന്നും പുറത്ത് കടക്കാനുള്ള വഴിയും പുറത്ത് അമ്മയും പെങ്ങളും കാത്തിരിക്കുന്ന കപ്പലിനെക്കുറിച്ചും അയാൾ പറഞ്ഞു. എലോഡിയുടെ കൺമുന്നിൽ വെച്ച് അയാൾ മരണപ്പെടുന്നു. പക്ഷേ അവൾക്ക് പാഴാക്കാൻ സമയമില്ല. അതിനാൽ അവൾ മലയുടെ മുകളിലേക്ക് കയറാൻ ഒരു കയർ ഉപയോഗിക്കുന്നു. ഈ സമയം ഡ്രാഗൺ അവളെ കണ്ടെത്തുകയും തീ തുപ്പുകയും ചെയ്യുന്നു. പക്ഷേ എലോഡി ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് കടക്കുന്നു. അവിടെ അവൾക്ക് വേണ്ടി ഒരു കുതിര നിൽപ്പുണ്ടായിരുന്നു. ആ കുതിരയുടെ പുറത്ത് കയറി മുന്നോട്ട് പാഞ്ഞു. എന്നാൽ ആ ഡ്രാഗൺ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആക്രമണത്തിൽ ആ കുതിര നിലത്ത് വീഴുന്നു. കല്ലുകൾ കൂട്ടിവെച്ച ഒരു ചെറിയ പൊത്തിൽ അവൾ ഒളിക്കുന്നു. അവൾ രക്ഷപ്പെട്ടുവെന്ന് അറിഞ്ഞതോടെ ഡ്രാഗൺ പ്രകോപിതനാകുന്നു. അവൻ ആ പ്രദേശം മുഴുവൻ തീയിടുന്നു. അതേസമയം കൊട്ടാരത്തിലിരുന്നുകൊണ്ട് ഇസബെല്ല ആ തീ കാണുന്നു. ഇലോഡിയെ ബലി കൊടുത്തത് പരാജയപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായി.
അങ്ങനെ അവർ ബേഫോർഡിൻ്റെ കപ്പലിൽ പോയി ഫ്ലോറിയെ പിടികൂടുന്നു. അവളെ പകരക്കാരിയായി ബലി കൊടുക്കാനാണ് അവരുടെ പ്ലാൻ. അവളെ കൊണ്ടുപോകുന്നത് ലേഡി ബഫേർഡ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാജ്ഞിയുടെ സഹായികൾ അവളെ കുത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടും ലേഡി ബഫേർഡ് അവരുടെ പിന്നാലെ കുതിരയിൽ പോകുന്നു. വഴിയിൽ വെച്ച് ലേഡി ബഫേർഡ് എലോഡിയെ കണ്ടുമുട്ടുന്നു. കപ്പലിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ വെളിപ്പെടുത്തുന്നു. അത് കേട്ട് ക്ഷുഭിതയായ അവൾ തൻ്റെ അനിയത്തിയെ രക്ഷിക്കാനും പ്രതികാരം ചെയ്യാനും തീരുമാനിക്കുന്നു. അപ്പോഴേക്കും അവിടെ ബലി കൊടുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നിരുന്നു. പക്ഷേ ഇത്തവണ അൾത്താരയിൽ വെച്ച് ഫ്ലോറിയുടെ രക്തവും മകൻ്റെ രക്തവും തമ്മിൽ ചേർക്കാൻ മകൻ്റെ കൈ ആവശ്യപ്പെടുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ഇവൾ വെറും കുട്ടിയാണെന്ന് രാജ്ഞിയോട് അവൻ പറയുന്നു. പക്ഷേ ദയയില്ലാത്ത രാജ്ഞി പെൺകുട്ടിയെ അഗാധത്തിലേക്ക് എറിയുന്നതിന് മുൻപേ സ്വന്തം കൈ മുറിച്ച് അവളുടെ രക്തവുമായി ചേർക്കുന്നു. എലോഡി എത്തുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ സഹോദരി ഇതിനകം തന്നെ താഴേക്ക് വലിച്ചെറിയപ്പെട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. എന്ത് വില കൊടുത്തും അവളെ രക്ഷിക്കാൻ ധൈര്യത്തോടെ അവൾ തീരുമാനിക്കുന്നു. അവൾ കയറി വന്ന ആ കയറിലൂടെ അവൾ താഴേക്ക് ഇറങ്ങുന്നു. അവൾ ആ ഡ്രാഗണിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന ഒരു ട്രാപ്പ് അവിടെ സ്ഥാപിക്കുന്നു. പോകുന്ന വഴിയിൽ വെച്ച് അവൾ അവളുടെ അച്ഛൻ്റെ വാൾ കണ്ടുപിടിക്കുന്നു. അവൾ വെച്ച ട്രാപ്പിൻ്റെ ശബ്ദം വെച്ച് ഡ്രാഗൺ മറ്റൊരു വശത്തേക്ക് പോകുന്നു. ഇതേ സമയം അവൾ അനിയത്തിയെ കണ്ടെത്തുന്നു. എന്നാൽ രക്ഷപ്പെടുന്നതിന് മുമ്പേ ആ ഡ്രാഗൺ അവരുടെ മുന്നിൽ എത്തപ്പെടുന്നു. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയില്ല. അങ്ങനെ ആ ഡ്രാഗണിനെ നേരിടാൻ അവർ തീരുമാനിക്കുന്നു. എലോഡി തൻ്റെ സഹോദരിയെ അവിടെ ഒളിപ്പിക്കുന്നു. ഡ്രാഗണും അവളും നേർക്കുനേർ വരുന്ന സമയത്ത് അവൾ ഡ്രാഗണിനോട് പറയുന്നു, നീ കൊല്ലുന്ന പെൺകുട്ടികൾ ഓറയുടെ പെൺമക്കളല്ല, പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അവൾ നടന്ന കഥയെല്ലാം ഡ്രാഗണിനോട് പറയുന്നു. പക്ഷേ ഡ്രാഗൺ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഡ്രാഗൺ അവളെ ആക്രമിക്കാനായി ചാടി വീഴുന്ന സമയത്ത് ആ വാളിൽ തട്ടി ഡ്രാഗൻ്റെ കണ്ണിന് പരിക്കേൽക്കുന്നു. അതോടെ ഡ്രാഗൺ വീണ്ടും അക്രമാസക്തനാവുന്നു. അവൻ തീ തുപ്പാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കി അവൾ ഒരു സി ഷേപ്പിലുള്ള പാറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. തീ തുപ്പുന്ന സമയത്ത് അവൾ ഓടി മാറുകയും ആ സി ഷേപ്പിലുള്ള പാറയിൽ തട്ടി തീ തിരികെ ഡ്രാഗൻ്റെ മേലിൽ തന്നെ ആകുന്നു. അങ്ങനെ അവശനായി കിടക്കുന്ന ഡ്രാഗൻ്റെ അടുത്ത് വന്ന് അവൾ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവളുടെ കൈപ്പത്തിലെ മുറിവ് അവന് കാണിച്ചു കൊടുക്കുന്നു. ഒടുവിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഡ്രാഗണ് മനസ്സിലാവുന്നു. ഡ്രാഗനെ ഉപദ്രവിക്കണമെന്ന് എലോഡിക്ക് ഒരു താല്പര്യവുമില്ല. അതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡ്രാഗനെ ആ തിളങ്ങുന്ന ഒച്ചകൾ ഉപയോഗിച്ച് അവൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഇനിയൊരു കല്യാണം നടക്കാതിരിക്കാനും മറ്റൊരു നിരപരാധിയായ സ്ത്രീയെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ദുഷ്ടരായ രാജകുടുംബത്തെ തടയാനും എലോഡി കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ അവിടെ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു അവർ. അവരുടെ വഞ്ചന തുറന്നുകാട്ടി അവൾ നവവധുവിനെയും കുടുംബത്തിനെയും അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. അവൾക്ക് പുറകെ ആ ഡ്രാഗൺ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഉള്ളിലുണ്ടായിരുന്ന ആ രാജകുടുംബാംഗങ്ങളെയും പ്രഭുക്കന്മാരെയും എല്ലാം ചേർന്ന് ആ കൊട്ടാരം മുഴുവൻ കത്തിക്കുന്നു. അവർ ആ രാജ്യത്തിൻ്റെ സമ്പത്തും സാധനങ്ങളും എല്ലാം കപ്പലിൽ കയറ്റി അവരുടെ രാജ്യത്തേക്ക് തിരിക്കുന്നു. അവരോടൊപ്പം ആ ഡ്രാഗണും പിന്തുടരുന്നു. കഥയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.